Hi all. ഇന്ന് CSIR നെറ്റ് കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രോബ്ലം സെഷന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രോബ്ലം ലെറ്റ് A and B be subsets of R, then which of the following is or are true? ഒന്നാമത്തെ ഓപ്ഷൻ if A and B are perfect, then A intersection B is also perfect. രണ്ടാമത്തേത് if A and B are perfect sets, then A union B is a perfect set. Third one, if A and B are dense set, then A intersection B is also a dense set. Then fourth option, if A and B are open dense set, then A intersection B is open dense set. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ് പെർഫെക്റ്റ് സെറ്റ്, അതുപോലെ തന്നെ എന്താണ് ഡെൻസ് സെറ്റ്. അതിൻ്റെ ബേസിക് ഐഡിയ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറയുന്നത് ഒരു ആർ എന്ന് പറയുന്ന സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ ഒരു സബ്സെറ്റ് എ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്താ അതിൻ്റെ കണ്ടീഷൻ? പെർഫെക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എ ഫസ്റ്റ് കണ്ടീഷൻ ക്ലോസ്ഡ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എയിലുള്ള എല്ലാ പോയിന്റും എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ അത് എന്തായിരിക്കണം? എക്സ് ബിലോങ്സ് ടു ഡിറൈവ്ഡ് സെറ്റ് ഓഫ് എ. അതായത് എയിലുള്ള എല്ലാ പോയിന്റ് എന്തായിരിക്കണം? ലിമിറ്റ് പോയിന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് സെറ്റുകൾ എന്ന് വിളിക്കുക. ഇനി ഡെൻസ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എ എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. എ ആറിൽ ഡെൻസ് ആവണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഈ ആറിൻ്റെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എയുമായിട്ട് നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ ഉണ്ടാവണം. ദാറ്റ് ഈസ് ഫോർ എവരി ഓപ്പൺ സെറ്റ് യു സബ്സെറ്റ് ഓഫ് ആർ യു ഇന്റർസെക്ഷൻ എ നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഡെൻസ് എന്ന് പറയാം. ഇത് ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയും ബിയും രണ്ട് പെർഫെക്റ്റ് സെറ്റുകളാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി പെർഫെക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉത്തരത്തിന് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മളിപ്പോൾ പരിഗണിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സെറ്റ് എടുക്കുക, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1. ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സെറ്റാണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുക 1, 2. ഇതും എന്താണ്? പെർഫെക്റ്റ് സെറ്റാണ്. കാരണം ഇത് രണ്ടും ക്ലോസ്ഡ് ആണ്. മാത്രമല്ല ഇതിനുള്ളിൽ എല്ലാ പോയിന്റും ലിമിറ്റ് പോയിന്റ്സ് ആണ്. ആറിൻ്റെ സബ്സെറ്റുകളാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതും കൂടി മൈൻഡിൽ വെക്കാം. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ക്ലോസ്ഡ് 0, 1-ലും 1, 2-ലും കോമൺ ആയിട്ടുള്ളത് എന്താ? 1 ആണ്. 1 എന്ന് പറയുന്നത് എന്താ? ക്ലോസ്ഡ് ആണ്. പക്ഷേ എന്തല്ല? 1 ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ 1 ലിമിറ്റ് പോയിന്റ് അല്ല. സോ ഈ പറഞ്ഞിരിക്കുന്ന എ ഇന്റർസെക്ഷൻ ബി എന്താവില്ല? നോട്ട് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റുകൾ പെർഫെക്റ്റ് സെറ്റുകൾ എന്താവണം നിർബന്ധമില്ല, പെർഫെക്റ്റ് ആവണമെന്നില്ല. അതിനുള്ളൊരു കൗണ്ടർ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെപ്പോഴും ഒരു എക്സാമ്പിൾ എപ്പോഴും ആലോചിക്കുക. ഈ രീതിയിലുള്ള എക്സാമ്പിളുകൾ ചിന്തിച്ച് വെക്കാൻ എപ്പോഴും ശ്രമിക്കുക. ക്ലോസ്ഡ് ഇൻ്റർവെൽ, അതുപോലെ തന്നെ ഒരു പോയിന്റ് മാത്രം, അത് മൈൻഡിൽ തന്നെ നമുക്ക് വരുന്നതാണ്. ഒരു പോയിന്റ് മാത്രം ഇന്റർസെക്ഷൻ ഉള്ള രണ്ട് പെർഫെക്റ്റ് സെറ്റുകൾ ഉണ്ടോ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. ഇത് മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള ഏത് ഇൻ്റർവെൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓപ്പൺ ക്ലോസ്ഡ് എ ബി. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഇൻ്റർവെൽ ആയിട്ട് എന്ത് ചെയ്യാം? ബി സി എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇന്റർസെക്ഷൻ ഒരു സിംഗിൾ പോയിന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സിംഗിൾ പോയിന്റ് വരുന്നത് എന്തായിരിക്കില്ല? ക്ലോസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. എയും ബിയും പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി പെർഫെക്റ്റ് ആണ്. ആദ്യം ഇന്റർസെക്ഷൻ പെർഫെക്റ്റ് അല്ല നമുക്ക് കിട്ടി. ഇനി യൂണിയൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അവിടെ യൂണിയൻ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എന്താണ്? രണ്ട് പെർഫെക്റ്റ് സെറ്റുകളാണ്. രണ്ട് പെർഫെക്റ്റ് സെറ്റാണ്. സബ്സെറ്റ് ഓഫ് ആർ ആണെന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് രണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുക്കുക. അതിൻ്റെ യൂണിയൻ ഒക്കെ എടുക്കുന്ന സമയത്ത് വീണ്ടും ആ രീതിയിലുള്ള ഇൻ്റർവെൽസ് ആയിരിക്കും. അത് ക്ലോസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ അത് ഓപ്പൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഇനി ഇവിടെ ഈ എ യൂണിയൻ ബി പെർഫെക്റ്റ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അതെന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തത് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി, ഈ എക്സ് എന്തായിരിക്കണം? എക്സ് ഇസ് എ ലിമിറ്റ് പോയിന്റ്. ഓക്കെ, ഇത് രണ്ടും ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പറയാം? എ യൂണിയൻ ബി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണെന്ന് പറയാം. ആദ്യത്തെ കണ്ടീഷൻ ഒബിയസ്ലി ഹോൾഡ് ചെയ്യും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും ക്ലോസ്ഡ് ആണ്.
ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ക്ലോസ്ഡ് എന്നുള്ള കണ്ടീഷൻ കിട്ടും. എ യൂണിയൻ ബി എന്താണ്? ക്ലോസ്ഡ് ആണ്. അത് ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ആവുമോ എന്ന് ആലോചിച്ച് നോക്കാം. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് സെറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം അറിയാം, ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ ആ എലമെന്റ് ഒന്നിക്കൽ എയിൽ ഉണ്ടാവും, ഓർ ദാറ്റ് എലമെന്റ് ബിലോങ്സ് ടു ബി. ഒന്നിക്കൽ എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. സപ്പോസ് നമ്മൾ ഏതിലെടുത്താലും വിത്തൗട്ട് ലോസ് ഓഫ് ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു എ എന്ന് അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് എയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? പെർഫെക്റ്റ് സെറ്റാണ്. ദാറ്റ് മീൻസ് എവറി എലമെന്റ് ഓഫ് എ മസ്റ്റ് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. അതായത് എക്സ് എവിടെ ഉണ്ടാവും? എയുടെ ഡിറൈവ്ഡ് സെറ്റിലും ഉണ്ടാവും. അതായത് ലിമിറ്റ് പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എയിലുള്ള എല്ലാ എലമെന്റും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എയുടെ ലിമിറ്റ് പോയിന്റ് ആണ് എക്സ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ എ യൂണിയൻ ബിൻ്റെയും ലിമിറ്റ് പോയിന്റ് ആയിരിക്കില്ലേ? അല്ലേ? കാരണം എന്താ? എയുടെ ലിമിറ്റ് പോയിന്റ് ആകുമ്പോൾ എക്സിൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്താലും, ഏതൊരു ഓപ്പൺ നൈബർഹുഡ് എക്സ് ഉണ്ടായിട്ട് ആർ റേഡിയസ് ആയിട്ടുള്ള ഏതൊരു ഓപ്പൺ നൈബർഹുഡ് എടുത്താലും അത് എ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ എന്തായിരിക്കും? നോൺ എം ടി ആയിരിക്കുമല്ലോ. അതാണ് എക്സ് ലിമിറ്റ് പോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ. ഇനി എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാലും എന്തായാലും എയിലുള്ള എലമെന്റ് എ യൂണിയൻ ബിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതുമായിട്ട് ഈ എക്സിന് എന്തായാലും എന്ത് വരുന്നുണ്ട്? നോൺ എം ടി ഇന്റർസെക്ഷൻ വരുന്നില്ലേ? ഏത് അപ്സിലോൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് അല്ലെങ്കിൽ ഏത് ആർ റേഡിയസ് ഉള്ള ബോൾ എടുത്തു കഴിഞ്ഞാലും ആ എയുമായിട്ട് നോൺ എം ടി ഇന്റർസെക്ഷൻ ഉള്ളത് കൊണ്ട് എ യൂണിയൻ ബി ആയിട്ടും നിർബന്ധമായിട്ടും എന്തുണ്ടാവും? ഇന്റർസെക്ഷൻ ഉണ്ടാവും. അതിന്റെ കാരണം എ യൂണിയൻ ബി, എയിലുള്ള എല്ലാ എലമെന്റും എന്തിലുണ്ട്? എ യൂണിയൻ ബിയിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ എന്ത് കിട്ടി എനിക്ക്? എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ എ യൂണിയൻ ബിയിൽ എടുക്കുന്നു. ആ എ യൂണിയൻ ബിയിൽ എടുത്ത ഒരു എലമെന്റിന് ചുറ്റും എനിക്കൊരു ഏത് റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്താലും അത് എ യൂണിയൻ ബി ആയിട്ട് ഇന്റർസെക്ഷൻ നോൺ എം ടി ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എക്സ് മസ്റ്റ് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? എക്സ് എ യൂണിയൻ ബി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ബിലോങ്സ് ടു എ ആണ്. അതേ കേസ് തന്നെയല്ലേ? ഇനി അഥവാ എക്സ് ബിലോങ്സ് ടു എയിലല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. എന്താ? അത് എക്സ് ബിയിൽ ഉണ്ടാവണം. ഇനി എക്സ് ബിയിൽ വന്നാൽ ഇതേ കേസ് തന്നെയല്ലേ വരിക? സെയിം ആർഗ്യുമെന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി ക്ലോസ്ഡ് ആണെന്നും കിട്ടി. എ യൂണിയൻ ബിയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് എ യൂണിയൻ ബിന്റെ ലിമിറ്റ് പോയിന്റ് ആണെന്നും കിട്ടി. ദാറ്റ് മീൻസ് എ യൂണിയൻ ബി ഈസ് എ പെർഫെക്റ്റ് സെറ്റ്. എനിക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് സെറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം രണ്ടാമത്തെ കേസ് എടുത്താലും മതി. അതായത് ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ നോട്ട് ആൻ ഐസൊലേറ്റഡ് പോയിന്റ് എന്നുള്ളൊരു ക്രൈറ്റീരിയ എടുത്താൽ എയുടെ ഐസൊലേറ്റഡ് പോയിന്റ് ആവാത്ത ഒരു എലമെന്റും എ യൂണിയൻ ബിന്റെ ഐസൊലേറ്റഡ് പോയിന്റ് ആവില്ല. ആ രീതിയിലും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ വേണമെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് അത് പറയാം. ഓക്കെ, എയും ബിയും ഡെൻസ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും പറയേണ്ടത്? ഡെൻസ് ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ ഡെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് റാഷണൽസും അതുപോലെ തന്നെ ഇറാഷണൽസും. ക്യൂ സബ്സെറ്റ് ഓഫ് ആറും ക്യൂ കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് ആറും എന്താണ്? രണ്ട് ഡെൻസ് സബ്സെറ്റുകളാണ്. ആറിന്റെ രണ്ട് ഡെൻസ് സബ്സെറ്റുകളാണ്. അതിന്റെ ഇന്റർസെക്ഷൻ എന്തായിരിക്കും നമുക്കറിയാം? എം ടി ആണ്. എം ടി സെറ്റ് ആണ്. എം ടി സെറ്റ് എന്തല്ല? നോട്ട് എ ഡെൻസ് സെറ്റ് അല്ലേ? ഡെൻസ് സെറ്റ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എ ബി എന്ന് പറയുന്ന ആറിന്റെ രണ്ട് ഡെൻസ് സബ്സെറ്റ് എടുത്താൽ എ ഇന്റർസെക്ഷൻ ബി എന്താവണം? നിർബന്ധമില്ല, ഡെൻസ് ആവണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു കേസ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായി? റോങ് ആയി. നാലാമത്തെ കേസിലേക്ക് വരുന്നു. നാലാമത്തെ കേസിലേക്ക് വരുമ്പോൾ എയും ബിയും ഓപ്പൺ ഡെൻസ് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഓപ്പൺ ഡെൻസ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്പൺ ഡെൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റുമാണ്, അതുപോലെ തന്നെ എന്താണ്? ഡെൻസ് സെറ്റുമാണ്. അതാവുമോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഈ നേരത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. നേരത്തെ നമ്മളിപ്പോൾ എടുത്ത ക്യൂവും ക്യൂ കോംപ്ലിമെന്റും ഓപ്പൺ ഡെൻസ് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ഓപ്പൺ അല്ല എന്നുള്ളൊരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അതൊന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കാം. അത് എ ബി എന്ന് പറയുന്ന രണ്ട് ഓപ്പൺ ഡെൻസ് സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? എയും ബിയും ഡെൻസ് ഓപ്പൺ സെറ്റുകളാണ്. ഇനി ഓപ്പൺ സെറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എയും ബിയും ഓപ്പൺ ആണെങ്കിൽ ബിയും എന്ത് തന്നെയായിരിക്കും? ഓപ്പൺ ആയിരിക്കില്ലേ? കാരണം എന്താ? ഇന്റർസെക്ഷൻ ഓഫ് ടു ഓപ്പൺ സെറ്റ് എപ്പോഴും എന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഓപ്പൺ ആണ് എന്നതിന് ഡൗട്ടൊന്നുമില്ല. ഇനി അതെന്താണെന്നും കൂടി ചെക്ക് ചെയ്താൽ മതി, ഡെൻസ് ആണെന്നും കൂടി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ്, അതുപോലെ തന്നെ ഓപ്പണും ആണ് ഡെൻസും ആണ് ആയിരിക്കുമല്ലോ. ഇനി ഡെൻസ് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? ആറിൻ്റെ ഏതൊരു ഓപ്പൺ സബ്സെറ്റുകൾ എടുത്താലും
ആറിൻ്റെ ഏതൊരു ഓപ്പൺ സബ്സെറ്റുകൾ എടുത്താലും യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കുമല്ലോ. ഏത് ഓപ്പൺ സെറ്റുകൾ എടുത്താലും അല്ലേ, യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കും. കാരണം എ എന്ന് പറയുന്നത് ഡെൻസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്, എ എന്ന് പറയുന്നതും ഒരു ഓപ്പൺ സെറ്റാണ് ആണല്ലോ, തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എഗെയിൻ ഓപ്പൺ അല്ലേ, കാരണം രണ്ട് ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് യു ഇൻ്റർസെക്ഷൻ എ എന്താണ്? ഓപ്പൺ ആണ്. ഇനി നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റും എന്ത് തന്നെയാണ്? ഓപ്പൺ ആണല്ലോ, ഓപ്പണും ആണ് ഡെൻസും ആണ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സെറ്റ് ഡെൻസ് ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ആറിൻ്റെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതും ബി ആയിട്ട് നോൺ എം ടി ഇൻ്റർസെക്ഷൻ ഉണ്ടാവും, 100% ഉറപ്പാണ്. അപ്പോൾ ഓൾറെഡി എടുത്തിരിക്കുന്ന യു എന്ന് പറയുന്ന ഓപ്പൺ സെറ്റും എ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഈ ഒരു ചെറിയ ഒരു ഓപ്പൺ സെറ്റ്, ഇതും ഒരു ഓപ്പൺ സെറ്റ് അല്ലേ ആറിൻ്റെ? സ്വാഭാവികമായിട്ടും ആറിൻ്റെ ഒരു ഓപ്പൺ സെറ്റ് തന്നെയാണെന്ത്? യു ഇൻ്റർസെക്ഷൻ എ ഇസ് ആൾസോ എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ സെറ്റും ബിയും ആയിട്ടുള്ള ഇൻ്റർസെക്ഷനും നോൺ എം ടി ആയിരിക്കുമല്ലോ, 100% ഉറപ്പല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യു ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ആൾസോ നോൺ എം ടി, കാരണം ബി ഡെൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി പ്രകാരം എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ? യു ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5. ദാറ്റ് മീൻസ് എന്ത് കിട്ടി? യു എന്ന് പറയുന്നത് എന്താ? ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റാണ്. ആ ഓപ്പൺ സെറ്റ് എ ഇൻ്റർസെക്ഷനുമായിട്ട് എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എനിക്ക് കിട്ടുന്നത് എന്താ? ഒരു നോൺ എം ടി ഇൻ്റർസെക്ഷൻ ആണ്. യു എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. ഏത് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആയിട്ട് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം? എ ഇൻ്റർസെക്ഷൻ ബി മസ്റ്റ് ബി ഡെൻസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും കൂടി വീഡിയോ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഒന്ന് ബാക്കോട്ട് പോയിട്ട് ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഡെൻസ് ആയി. ഓൾറെഡി എ ഇൻ്റർസെക്ഷൻ ബി ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പണും ഡെൻസും ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്തായി? ഓപ്പൺ ഡെൻസ് ആയി. ഓക്കെ, അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ എന്തായി? ശരിയായി. സെറ്റ് ഡെൻസ് അല്ല എന്ന് കിട്ടി. പക്ഷേ എയും ബിയും ഓപ്പൺ ആവുന്ന സമയത്ത് എ ഇൻ്റർസെക്ഷൻ ബി ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് ശരിയാണെന്ന് കിട്ടി. ഇനി ഇവിടെ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പോസ് ചെയ്യാൻ ആലോചിക്കാം. ഇവിടെ നമ്മൾ 2 സെറ്റുകൾ എടുത്തു. എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് കിട്ടി? പെർഫെക്റ്റ് അല്ലാന്ന് കിട്ടി. അതുപോലെ യൂണിയൻ പെർഫെക്റ്റ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പെർഫെക്റ്റ് സെറ്റുകളാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ ആർബിട്രറി ഇൻ്റർസെക്ഷൻ, അതുപോലെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ, ഇതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ യൂണിയൻ്റെ കേസ്, ആർബിട്രറി യൂണിയൻ ഓഫ് പെർഫെക്റ്റ് സെറ്റുകൾ പെർഫെക്റ്റ് ആണെന്ന് ആലോചിക്കുക. ഇനി അതുപോലെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് പെർഫെക്റ്റ് സെറ്റ് പെർഫെക്റ്റ് ആണോ എന്ന് ആലോചിക്കുക. ഇനി ഫൈനൈറ്റ് യൂണിയൻ ഓഫ് പെർഫെക്റ്റ് സെറ്റ് പെർഫെക്റ്റുകളാണോ എന്ന് ആലോചിക്കുക. ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. ഇതിപ്പോൾ 2 കേസിലാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. അതിന് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിക്കുക. അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ അതിനുള്ള പ്രൂഫ് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഡെൻസ് ആണെങ്കിലും ഇതേ കേസുകൾ. ഇനി 4ാമത്തെ ഓപ്ഷനിൽ ഞാൻ എയും ബിയും ഓപ്പൺ ഡെൻസ് എന്ന് എടുത്തു. പക്ഷേ നിങ്ങൾ ആ പ്രൂഫിൽ നമ്മൾ ബിയുടെ ഓപ്പൺനെസ് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ബിയുടെ ഡെൻസ് എന്ന് പറയുന്ന ക്വാളിറ്റി മാത്രമാണ് ഇത് ഓപ്പൺ ആണ് അല്ലെങ്കിൽ ഡെൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഡെൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ഓപ്പൺ ഡെൻസ് ഇല്ലാതെ വെറും ഡെൻസ് എന്ന് മാത്രം വരുമ്പോൾ ബി ഓപ്പൺ ആവണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടും റിലാക്സ് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറ്റാവുന്ന വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, 2ാമത്തെ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 ജാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, വളരെ സിമ്പിളായ ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എസ് ബി ദി സെറ്റ് ഓഫ് ഓൾ റാഷണൽ ഇൻ ഓപ്പൺ 0, 1, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഏതൊക്കെയാണ്? അതായത് 0, 1 എസ് എന്ന് പറയുന്നത് എന്താ? 0, 1 ഓപ്പൺ 0, 1 റാഷണൽ നമ്പേഴ്സ്. ദാറ്റ് മീൻസ് 0, 1 ഇൻ്റർസെക്ഷൻ ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ആർ ആണ്. എസ് ഈസ് നോട്ട് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ആർ. എസ് ഈസ് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ. എവറി എലമെന്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0, 1 മൈനസ് എസ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എസ്. ഓക്കെ, നമുക്കറിയാം എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്താണ്? ഡെൻസ് ആണെന്ന് എനിക്കറിയാം അല്ലേ? അപ്പോൾ ഈ ഓപ്പൺ 0, 1 ഇൻ്റർസെക്ഷൻ ക്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം.
ഓപ്പൺ 0 1 എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവെല്ലിലെ ഭാഗം എടുക്കുക. അപ്പോൾ അതിനിടയിൽ ഇൻ്റർസെക്ഷൻ വരുന്ന ഈ കുറേ സെറ്റുകളാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന സെറ്റ്. ഇനി ഒരു എലമെൻറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എസ്സിലല്ല, എസ് കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുകയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 0 1 ഇറാഷണൽസും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉള്ള ആ ഭാഗത്തു നിന്ന് ഒരു എലമെൻറ്റ് എടുത്താൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു നൈബർഹുഡ് എടുത്താലും, ഓക്കെ, അതായത് എക്സ് ബിലോങ്സ് എസ് കോംപ്ലിമെൻറ്റിൽ ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൽ നിർബന്ധമായിട്ട് എന്തുണ്ടാവും? ഒരു റാഷണൽ ഉണ്ടാവും. ബൈ ദി പ്രോപ്പർട്ടി ഡെൻസ് ആയതുകൊണ്ട്, ക്യൂർ ഡെൻസ് ആയതുകൊണ്ട് ഏതൊരു ഓപ്പൺ നൈബർഹുഡ് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇറാഷണൽ 0 1 ഇടയിലുള്ള ഏതൊരു ഇറാഷണൽ എടുത്തു കഴിഞ്ഞാലും അത് സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ ബോളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? എസ്സിലെ എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് എസ്സിലെ റാഷണൽ നമ്പേഴ്സ്, എസ്സിൽ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ദെർഫോർ എല്ലാ ഇറാഷണൽ നമ്പേഴ്സും എന്താണ്? എസ്സിൻ്റെ ലിമിറ്റ് പോയിന്റ്സ് ആണ്. ദാറ്റ് മീൻസ് എസ്സിൻ്റെ ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എനിക്ക് എന്ത് കിട്ടും? ക്ലോസ്ഡ് 0 1 കിട്ടും. ഓക്കെ, അപ്പം ഇതല്ലാത്ത ലിമിറ്റ് പോയിന്റ്സും എസ്സിനുണ്ട് എന്ന് കിട്ടിയില്ലേ? അതായത് ഇറാഷണൽ നമ്പേഴ്സും ഈ എസ്സിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് എസ് എന്തല്ല? ക്ലോസ്ഡ് അല്ല. കാരണം ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ എസ്സിൻ്റെ ലിമിറ്റ് പോയിന്റ് ഒക്കെ ഏതിൽ തന്നെ ഉണ്ടാവണം? എസ്സിൽ തന്നെ ഉണ്ടാവണം. ഇവിടെ എസ്സിന് ലിമിറ്റ് പോയിന്റ് ഇല്ല. ആ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ പുറത്താണ്. ഓക്കെ, അപ്പോൾ എസ് എന്തല്ല? ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് അല്ല. ഇനി എസ് ഒരു ഓപ്പൺ സബ്സെറ്റ് ആണോ? ആലോചിച്ച് നോക്കാം. ഓപ്പൺ സബ്സെറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എസ്സിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ചുറ്റും ഏത് ഓപ്പൺ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു റേഡിയസിൽ ഒരു ബോൾ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആ ബോൾ കംപ്ലീറ്റ്ലി എസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെ ഒരു ബോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എസിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു R റേഡിയസിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ ബോൾ ഉണ്ടാവണം. സച്ച് ദാറ്റ് ആ ഓപ്പൺ ബോൾ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എസ് ആയിരിക്കണം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ? ഇത് ക്ലോസ്ഡ് 0 1 ഇൻ്റർസെക്ഷൻ Q. റാഷണൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഈ 0 1 ഇടയിലുള്ള എസ്സിലുള്ള ഏതെങ്കിലും ഒരു റാഷണൽ നമ്പർ ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്ന റാഷണൽ നമ്പർ. ഇതിന് ചുറ്റും ഏത് റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്താലും അതിൻ്റെ ഉള്ളിൽ എന്തായാലും 0 1 ഇടയിലുള്ള ഒരു ഇറാഷണൽ നമ്പർ ഉണ്ടാവുമല്ലോ. അതായത് എസ് കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ, അല്ലേ? സ്വാഭാവികമായിട്ടും എസ് കോംപ്ലിമെന്റ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എസ് കോംപ്ലിമെന്റ് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കാം. 0 1 ഇൻ്റർസെക്ഷൻ Q കോംപ്ലിമെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ 0 1 ഇൻ്റർസെക്ഷൻ Q കോംപ്ലിമെന്റിന്റെ ഒരു എലമെന്റും കൂടി എന്തിലുണ്ടാവും? എന്തായാലും നിർബന്ധമായിട്ടും ഒന്നല്ല, ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. എന്തായാലും അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് അതർ ദാൻ ദിസ് എസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ സെറ്റ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എസ് എന്ന് പറയാൻ പറ്റില്ല. ദെർഫോർ എസ് എന്തല്ല? ഓപ്പൺ അല്ല. ഇനി അടുത്ത എന്താ? അടുത്ത എവറി എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 0 1 മൈനസ് എസ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എസ്. അതായത് ക്ലോസ്ഡ് 0 1 എന്ത് ചെയ്യുക? ഓപ്പൺ 0 1 മൈനസ് എസ്സിലെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ് ഓഫ് എസ് ആണെന്നാണ് പറയുന്നത്. ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അത് നമുക്ക് എന്ത് ഉപയോഗിച്ച് പറയാം? ആ ക്യൂ ഇറാഷണൽസിൻ്റെ ഡെൻസ് പ്രോപ്പർട്ടി ചെയ്യാം. കാരണം ഇവിടെ എസ് എന്ന് പറയുന്നത് ഓപ്പൺ 0 1 ഇൻ്റർസെക്ഷൻ Q ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ 0 1 എന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? എസ് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും? ഇറാഷണൽസ്. അതായത് 0 1 ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇറാഷണൽ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുകയാണ്. 0 1 എസ് കുറച്ചിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ എടുത്തു. ഇനി ഈ ഇറാഷണൽ നമ്പർ സെൻറ്റർ ആയിട്ട് വരുന്ന ഏതൊരു റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് 1 റാഷണൽ നമ്പർ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ബൈ ദി ഡെൻസ് പ്രോപ്പർട്ടി ഓഫ് Q. ദെർഫോർ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞിരിക്കുന്ന B of XR നമ്മുടെ എസും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും നോൺ എം ടി ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ എക്സ് എന്ന് പറയുന്ന അതായത് ഓപ്പൺ 0 1 മൈനസ് എസ്സിലുള്ള ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും അത് എസുമായിട്ട് നോൺ എം ടി ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. അതിൻ്റെ കാരണം Q എന്ന് പറയുന്നത് ഡെൻസ് ആണ്. ആ ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് ആൾസോ എ ലിമിറ്റ് പോയിന്റ് ഓഫ് എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഈ പറഞ്ഞിരിക്കുന്ന 0 1 എസ് പോയിട്ടുള്ള എല്ലാ എലമെന്റ്സും എസിന്റെ എന്തായിരിക്കും? ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തേത് റോങ് ആയി, രണ്ടാമത്തേത് ട്രൂ ആയി, മൂന്നാമത്തേത് ഫാൾസ് ആയി, നാലാമത്തെ എന്താണ്? ട്രൂ ആണ്. അപ്പം ബിയും ഡിയും എന്താണ്? ശരിയായ ഉത്തരങ്ങളാണ്. ഓക്കെ.